ഗായ്സ്, അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷനായിട്ടുള്ള ബാത്തു കേവ്സിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഗേറ്റ് നമ്പർ 1-ലൂടെയാണ് നമ്മൾ കയറുന്നത്. ഓപ്പണിംഗ് ടൈം 5:45 AM to 9 PM. രാത്രി 9 മണി വരെ ഇങ്ങോട്ടേക്ക് എൻട്രി ഉണ്ട് കേട്ടോ. ഒരു വലിയ എന്താ പറയുക, ഒരു ലൈം സ്റ്റോണിൻ്റെ ഒരു മലയാണ്, ഒരു മൗണ്ടെയിനാണ്. മൗണ്ടെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു മല. മുരുകൻ്റെ അമ്പലം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു. നോർത്ത് ഇന്ത്യയിലുണ്ടോ മുരുകൻ്റെ അമ്പലം എനിക്ക് അറിയില്ല. ഇങ്ങോട്ടേക്ക് ടിക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളേക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഈ ടൈമിങ്ങിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. അതിരാവിലെയൊക്കെ വന്ന് വരികയാണെങ്കിൽ നല്ലതാണ്. നിറയെ പ്രാവുകളൊക്കെ പറക്കുന്നുണ്ട് കേട്ടോ. സൂപ്പർബാണ് കേട്ടോ, സൂപ്പർബാണ് കേട്ടോ. ക്യാ ഭായി फोटो फोटोग्राफर है आपको? क्या कितना है एक फोटो का? कितना है? 10 दिरहम. ये इधर रिंगट है, दिरहम नहीं भैया. അജോ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിശ്ചൽ. 10 ദിർഹത്തിനൊരു ഫോട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഈ ഒരു മുരുകൻ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തി തുടങ്ങിയിട്ട്. ഇത് ഐക്കോണിക്കാണ്. എന്ത് രസമെന്ന് അറിയാം ഗുഹ കാണാൻ. എൻ്റെ പൊന്നി, അവിടെ കയറിപ്പോൾ സ്റ്റെപ്പുകളുണ്ട് ഡിഫറെൻറ്റ് മഴവിൽ കളറിൽ. ട്രാവൽ വർക്ക് നോക്കി. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ബാത്തു കേവ്സിൻ്റെ ചുറ്റുവട്ടമൊക്കെ. ഇന്ത്യയിൽ നിന്നുള്ള ശില്പികൾ പോയിട്ടാണ് ഈ ഒരു വലിയ മുരുകൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം 2004 പണി തുടങ്ങിയിട്ട് 2006 വരെ ആയിരുന്നു അതിൻ്റെ നിർമ്മാണ സമയം. നമ്മളിനി മുരുകൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് സ്റ്റെപ്പ് കയറിയിട്ട് പോകാന്നേ. നല്ല രസമുള്ള നമ്മുടെ ആ ഒരു ദ്രാവിഡ രീതിയിലുള്ള കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ശില്പങ്ങളൊക്കെയുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്, ഒരു മുരുകൻ ടെമ്പിൾ. ഉള്ളിലേക്ക് കൂടെ കയറി വരുന്ന വഴിക്ക് തന്നെ കുറച്ച് കടകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സുവനീറുകളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ബാഗുണ്ട്. 271 പടികൾ കയറിയിട്ട് വേണം നമുക്ക് ബാത്തു കേവ്സിൻ്റെ മുകളിലേക്ക് എത്താൻ. നല്ല മഴവിൽ കളറിലുണ്ട് സ്റ്റെപ്പുകൾ. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് അങ്ങനെ കളറുകൾ മാറിക്കൊണ്ടേയിരിക്കുന്ന സ്റ്റെപ്പുകളാണ്. ദൂരെ കോലാലംപൂരിൻ്റെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്റ്റെപ്പ് കയറി എത്തി കേട്ടോ. ആകാശും ഹജീഷ് പോയും കയറി വരുന്നുണ്ട്. ഒരടിപൊളി ഗുഹ തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പ്രാവുകളൊക്കെ അതിന് മേലെ കൂട് കൂട്ടിയിട്ടുണ്ട്. വെള്ളം മേലിൽ നിന്ന് ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട് ഗുഹയിൽ നിന്ന്. എൻ്റെ മോനെ, വലിയ പാറകൾ ഗുഹയുടെ മേൽ നിൽക്കുന്നുണ്ടോ. നമുക്ക് ചിലപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണ ഭാഗത്ത് താഴേക്ക് വീഴും തോന്നുന്നു. പക്ഷേ ഇതെന്തോ തരത്തിലുള്ള ഒരു ലൈം സ്റ്റോൺ ഫോർമേഷനാണ് ഈ ഒരു ഗുഹ. അങ്ങനെ നമ്മൾ കേവിൻ്റെ എൻഡിലെത്തി കേട്ടോ. ഇവിടെ ഓപ്പൺ ഏരിയനെ
ഡ്രിസിലിംഗ് പോലെ മഴ പെയ്യുന്നുണ്ട്. ഇത് അമ്പലമാണേ, ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുക. ഭിത്തിയൊക്കെ കുരങ്ങന്മാരുണ്ട്. കോലാലംപൂരിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷവർമ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ആ ഷവർമ ഷോപ്പ്. ഡമാസ്കസ് എന്നാണ് ഇതിൻ്റെ പേര്. നമുക്ക് ഇവിടുന്ന് ഒരു ഷവർമ ട്രൈ ചെയ്യാം കേട്ടോ. ഷവർമ ട്രൈ ചെയ്യാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഷവർമയാണ് ചിക്കൻ. ഷവർമ കിട്ടി, കഴിക്കാട്ടോ നമുക്ക്. ഇതൊരു സിറിയൻ ലൈക്ക് ഷവർമയാണ് കേട്ടോ. ഈ ഡമാസ്കസ് സിറിയൻ്റെ ക്യാപിറ്റലാണ്. സിറിയത്തെ ബ്രാൻഡാണ് തോന്നുന്നു ഡമാസ്കസ്. നല്ല ഷവർമ, ശുഭ. അങ്ങനെ ബാത്തു കേവ്സിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഷവർമയും കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. ഈ കാണുന്നത് കേട്ടോ ബാത്തു ഗുഹ സ്ഥിതി ചെയ്യുന്ന വലിയൊരു മലനിരകൾ. മലേഷ്യ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ ആണ് 2024. ഇപ്പോൾ നിങ്ങൾ മലേഷ്യയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിസ വേണ്ട. അതുപോലെ തന്നെ അധികം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമുക്കൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് മലേഷ്യ. ഇവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ മലേഷ്യൻ്റെ യാത്ര തുടരുകയാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.